ഉണ്ണിയുടെ ഓണപ്പാട്ട് കൂടി സ്റ്റാർട്ട് ചെയ്യാന്ന് പ്രോഗ്രാം സ്റ്റാർട്ട്. ചുമ്മയുടെ ഉണ്ണിക്ക് ഇതൊക്കെ അറിയാൻ പാടുമെന്ന് ഉണ്ണി പാടാൻ റെഡി. നമുക്ക് ഗെയിം തുടങ്ങാം. ഒരു പാട്ട് പാടിട്ട് സ്ഥിരം പാട്ടായ തിരുവാണിരാവിന്റെ ഒരു സ്റ്റാൻസ് പാടാം. സ്ഥിരം പാട്ടാണ് തിരുവാണിരാവില്ലാതെ എന്തോന്ന് ഓണം. കടക്കണ്ണിൽ മഷിമിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. ഓക്കെ, അടിപൊളി പാട്ട്. പ്രൊഫഷണൽ കൂടെ പാടാതെ നല്ല അടിപൊളി. കഴിഞ്ഞ ഓക്കെ, 4 വേർഡുണ്ട്. 4 വേർഡുണ്ട്. നരേന്ദ്രപ്രസാദ്, നരേന്ദ്രൻ മഹൻ ജഗദേവൻ, ഒന്നുകൂടെ പറ ജയവന്തൻ ഭഗ, നരേന്ദ്രൻ മകൻ ജയരാമൻ, ജയകാന്തൻ ഭഗ, ജയകാന്തൻ ഭഗ. അതെന്നെ പറഞ്ഞു. കുറച്ച് കാണാം. രണ്ട് വാക്ക്. ഓക്കെ, മലയാളം തന്നെയല്ലേ വാക്ക്? വീട്, വീട്, ഹൗസ്, വലിയ കൊട്ടാരം, ബംഗ്ലാവ്. ബംഗ്ലാവിൽ ഔദ. നീ ടപ്പന്നല്ലേ പറഞ്ഞത്? ബംഗ്ലാവിലെ സിനിമ അങ്ങനെയൊക്കെ ഉണ്ട്. 2 വാക്ക്. 10 അക്ഷരം. 10ന്റെ 10. 10 മുതൽ 0 വരെ. 1 മുതൽ 0. 1 മുതൽ 0. അതല്ല, ഒരു പടം ഉണ്ടല്ലോ. 10 തല. 10 തലയുള്ള രാവണൻ. നിങ്ങൾ മാറുന്നു. അല്ലേ നിങ്ങൾ നമുക്ക് തെറ്റിക്കാം. നമുക്ക് 2 വാക്ക്. അതിൽ ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക്. പമ്മി പമ്മി പോകുന്നു. കള്ളൻ. അപ്പൂപ്പൻ. പമ്മി പമ്മി പോണാണ്. കൂനൻ. കുഞ്ഞിക്കൂനൻ. ഇല്ല, വേറെ വാക്കാണോ? കള്ളനല്ലേ? തസ്കര വീരൻ. കള്ളൻ പവിത്രൻ. തസ്കര വീരൻ. തസ്കര ലഹള. രണ്ടാമത്തത് രണ്ടാമത്തെ തസ്കര. ദാസൻ. രണ്ടാമത്തെ തസ്കര. സപ്തമിശ്രീ തസ്കര. ഡൊമിനിക് ആൻഡ് ദ പേഴ്സ് ആണ്. 5 വാക്കുണ്ട്. 5 വാക്കുണ്ട്. ഓക്കേ, ആരുടെ സിനിമയാ? മമ്മൂട്ടിയുടെ 5 വാക്കുള്ള സിനിമ. 5 പാട്ടാണ്. മമ്മൂട്ടിയുടെ മോനാ. ഇപ്പൊ ഇറങ്ങിയത് ഈ അടുത്തിടക്ക് ഇറങ്ങിയത്. ബസൂക്ക. ഓ, ചൂരൽ മൂടി. മമ്മൂട്ടി തുമ്പത്തുണ്ട്. ചാട്. നാക്കിന്റെ തുമ്പ. മാമാങ്കോ. ഗൈസ്, അവർക്ക് ലേഡീസ് പേഴ്സ് അറിയില്ല. മുടി എന്താണ്? മുടി കെട്ടിയത്. പേൻ. സ്ത്രീ. മമ്മൂട്ടി സ്ത്രീ വേഷത്തിൽ അഭിനയിച്ചു. മാമാങ്കം. യുവതി.
ഉണ്ണി ഇറങ്ങ്. എടാ, 5 വാക്കില്ല ഈ സിനിമ കാണുന്നില്ലേടി? ഇത് കിട്ടില്ലേ? സ്ത്രീയുടെ വേറെ വാക്ക്. സ്ത്രീയുടെ വേറെ നാറി, യുവതി, നാരി. നാറിയെന്ന്. നരിമാൻ. ഓ പെൺകുട്ടി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. Now. പെൺകുട്ടി. ലേഡി സൂപ്പർ അല്ലല്ല, ഞാൻ ഓ പേഴ്സാണ്. ഡിറ്റക്റ്റീവിന്റെ പേഴ്സ്. കറക്റ്റ് പേര് കറക്റ്റ് പേര്. ഞാൻ സിനിമ കണ്ടില്ലടാ. മമ്മൂട്ടി മറ്റേ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ട് അഭിനയിക്കുന്ന സിനിമ. ഡൊമിനിക് ലോസ്റ്റ് പേഴ്സ്. അല്ല ഡൊമിനിക് ലേഡീസ് ആൻഡ് ദ ലോസ്റ്റ് പേഴ്സ്. മൂന്നെണ്ണമായി പോടാ അവിടെ നിന്ന് എടാ പറയാ. തോറ്റ് ഡൊമിനിക് ഫസ്റ്റ് ലെറ്റർ ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ്. കൊടുക്കാം. പക്ഷേ തോറ്റ് പുതിയ ടെക്നോളജി വരുമ്പോ നമ്മൾ അത് മാക്സിമം. ഓ പോയിന്റ് കൊടുത്തേരെ എന്നാ കൊടുക്കാം. ഔദാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറഞ്ഞു കണ്ടാ. ഔദാര്യം ഒന്നും വേണ്ടെന്ന് ആശു പറഞ്ഞു. പോയി ഇപ്പോഴത്തെ നമ്മള് ജയിച്ചു. ഇവര് തോറ്റ് ഇവര് 5 തോറ്റതാണ് നമ്മള് ചുമ്മാ തന്നെ. ഒരു വാക്ക്, ഒറ്റ വാക്ക്. കടുപ്പുള്ള ഒറ്റ വാക്ക്. സുരേഷ് ഗോപി. കുഞ്ഞിലേ ഉള്ള സുരേഷ് ഗോപിയുടെ മോന്റെ പടം. അയ്യോ, മാധവ് സുരേഷിന്റെ മറ്റേ മൂത്തവന്റെ. ഗോകുൽ സുരേഷിന്റെ ഏത് പടം? ഈ ഇടയ്ക്ക് ഇറങ്ങിയ മറ്റേ വാ തുറക്കല്ലേ. വേറെ എന്തെങ്കിലും ഒരു ഒറ്റ വാക്കേ ഉള്ളല്ലേ? ഒറ്റ വാക്ക്. ബാസ്കറ്റ്. വെയിറ്റ് എനിക്ക് മനസ്സിലായി. ഇത് ഏതോ കടുപ്പുള്ള സാധനമാണ്. പഴയ സിനിമ, പഴയ എടുക്കുന്ന സാധനം. പഴയ എടുക്കുന്ന ആൻഡ്രൂസിന്റെ. എത്ര മിനിറ്റ്? 3 മിനിറ്റ് ആയില്ലേ? 3 മിനിറ്റ് മതി. ടൈം ഔട്ട്. ഓക്കെ, അങ്ങനെ ഇവർ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഗഗനാചാരി ആയിരുന്നു സിനിമ. പക്ഷെ അത് അവന്റെ പടം ടീമിന് അവന്റെ പടം അല്ല. കാണിക്കണത് ഗണേഷ് കുമാറിന്റെ കാണിച്ചതിലേക്ക് കിട്ടിയാണ്. ഗണേഷ് കുമാർ എങ്ങനെ 3 വാക്ക്. ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? മലയാളം. ശരി. മലയാളം ഇംഗ്ലീഷ് ഒന്നും അല്ല, തമിഴ്. ഓക്കെ. 3 വാക്ക്. 3 വാക്കുള്ള ഇംഗ്ലീഷ്. 3 വാക്ക്. നിങ്ങൾക്ക് 3 ഓ, മൂന്നാമത്തെ വാക്ക്. പറ. മൂന്നാമത്തെ വാക്ക് സുരേഷ് ഗോപിയുടെ അല്ല. ചെവി നടനെ. 12. തൊപ്പി മമ്മു. പോലീസ് പടം. മൂന്നാമത്തെ പോലീസ്. മൂന്നാമത്തെ വാക്ക് പോലീസ്. ഓക്കെ. ബാബ കല്യാണി ആയിരിക്കും. ഒന്നാമത്തെ വാക്ക് തറ. കേരളം. ഇന്നത്തെ ദിനപത്രം. 3 വാക്കിൽ മൂന്നാമത്തെ പോലീസ്. ഒന്നാമത്തെ വാക്ക് ഇതെന്തിനാണ്? ഇന്നെന്നാണ് ഇത് പോലീസ്. ഇത് ആ നടുക്കത്തെ വാക്ക് എന്തിന്? ഇത് ഈ പൊട്ടൻ ഇതെങ്ങനെ പട്ടിപ്പടവോ കാണുന്നത്? ജയന്റെ പടം ഒറ്റ വാക്കേ ഉള്ളൂ. പണ്ടത്തെ സിനിമ ജയൻ ആദ്യം അഭിനയിച്ച. ജയന്റെ ഫസ്റ്റ് സിനിമ അങ്ങാടി. അങ്ങനെ ഡബ് സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങൾ ഒരാൾ വരാം. ഞാൻ ഉണ്ടല്ലേ. ഞാൻ നിനക്ക് തരാം. പിന്നെ നിങ്ങൾ പറയണ അത്രയും എല്ലാം കേട്ടിരിക്കുകയല്ലേ. ഏത് സിനിമ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നമ്മൾ ഗംഗരാജാരി ഇവിടെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പക്ഷെ കണ്ടു. ഇതൊന്നും പറ്റൂല. ഇത് പോകട്ടെ. എടാ നമ്മളെ കാണിച്ചു കൊടുക്കണോ? ഗൈസ് ഇങ്ങനെ സിനിമ ഉണ്ടാകും നിങ്ങൾ പറഞ്ഞേ. അങ്ങനെയാണ് ഇങ്ങനെ സിനിമ ഇല്ല. കാണിച്ചു തരാൻ പോലെ കള്ളക്കളി കണ്ട അല്ല ബോളിടാ ഇത് കഴിയട്ടോ. ഗൈസ് അവർക്ക് മറ്റേത് തൊട്ട് മുന്നത്തെ ഇത്തിരി പാടായതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ സാധനം കൊടുക്കുന്നു. എത്ര വാക്ക്? 4 വാക്ക്. ശരി. മലയാളമാണോ? ശരി പറഞ്ഞോ. രണ്ടാമത്തെ വാക്ക് പറ. മരിച്ചു. രണ്ടാമത്തത് മരിച്ചു. മരണം. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ഇതാണ് അതിന്റെ പാടുള്ള സാധനം. തരത്തിപ്പോയി കളിക്കണം. ഞാൻ ഈ സിനിമ കേട്ടിട്ടില്ല. ഇത് ഫേമസ് ആണ്. ഇതിനൊക്കെ നീ പോയി തർക്കിച്ചോ? ഇടിയിട്ട് തൊട്ട് മുന്നേ നല്ല സാധനം. എന്തായാലും കളി തീർന്നു. ഗൈസ് അടുത്ത ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ വടി നമ്മൾ ഇങ്ങനെ ഇവിടെ നടക്ക് വെക്കണം, ഒറ്റ കൈ കൊണ്ട് വെക്കണം. എന്നിട്ട് ഇത് വിട്ടിട്ട് ബോൾ എടുക്കുക, ഇവിടെ വെക്കുക, ഇതിന്റെ പിടിക്കുക, എന്നിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ വെക്കുക. ഈ വടി ഇങ്ങനെ തറ വീഴരുത്, വീഴുന്നതിന് മുന്നേ പിടിച്ചോണം. അത് അത്രയും നേരം എത്ര ബോൾ കളക്ട് ചെയ്തോ അത് നമ്മൾ കണക്കാക്കും. എത്ര ബോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഔട്ട് ആയടാ. ഇത് വേണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒന്നും കൂടി തരാം. ഇത്രയും ഡയലോഗ് അടിച്ച ശ്രീകാന്തും ബിനുവും ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുകയാണ്. എനിക്ക് ടെൻഷൻ ഉണ്ട്. ഒരെണ്ണം എനിക്ക് ഒരെണ്ണമൊക്കെ ഇത് ഒരു 5 എണ്ണം. അപ്പം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ ദേഹത്തിടിച്ച സത്യം പറഞ്ഞ ഇവൻ നേരത്തെ എന്റെ മാറ്റിയില്ല. ഓക്കെ. ലേക്ക് കിട്ടി. അത് കറക്റ്റ് തന്നെ. കറക്റ്റ് അല്ല. ഇത് കുറ്റം പറയാൻ പറ്റില്ല. കറക്റ്റ് ചെയ്തത്. എടാ നിന്റെ സമയം പോരടാ. അങ്ങോട്ട് ഇടറാ. ഒരെണ്ണം ആയി. നമ്മളുടെ പൊന്നോമന ഹാഷിമാണ് ഇനി അടുത്ത വരാൻ പോകുന്നത്. ഹാഷിം യുവർ ടൈം സ്റ്റാർട്ട് നൗ. 2 ഇട്ടാ ജയിക്കും. ഗുഡ് അറ്റംപ്റ്റ്. പോയി. ഗുഡ് ഗോയിങ്. ആദ്യം 3 ഹാഷിം 3 പക്ഷെ കൊള്ളാം. ഗുഡ് ഗെയിം. ഇനി ഉണ്ണി. ഇനി നമുക്ക് വേണ്ടി ഉണ്ണി. നിയമം എല്ലാവർക്കും ബാധകമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പ്ലേറ്റോട് കൂടി മറിക്കാനാണ്. ഒരേ സമയം 10 എറിയുമ്പോൾ ഒരെണ്ണമെങ്കിലും വീഴും. ഒരെണ്ണം വെച്ചിട്ടല്ലേ പറഞ്ഞിരുന്നു. അഖിലേഷ് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരെണ്ണം വെച്ചാ 4. ഇതെല്ലാം വാരി വെക്കാൻ ആരെങ്കിലും 4. അഞ്ച്. എന്ത് ചെയ്യാൻ? എനിക്ക് ആദ്യമേ ആ ടെക്നിക്ക് പിടികിട്ടിയില്ല ഗൈസ്. 1. ഞാൻ 5 എണ്ണ പറഞ്ഞു. ഒന്നല്ലേ ഉള്ളൂ. എനിക്കൊരു കൂട്ടായി. അങ്ങനെ രണ്ടാമത്തെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതെ, രണ്ടാമത്തെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയൂ. അടുത്ത ഗെയിമാണ് സാരി ഉടുക്കൽ മത്സരം. ഇവിടെയാണ് സാരി ഉടുക്കൽ മത്സരം. ഒരു 2 ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സാരി ഉണ്ട്. അത് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരാളെ
നമ്മൾ ഉടുപ്പിച്ച് ഏറ്റവും നന്നായിട്ട് ഉടുക്കണവർ ജയിക്കും. അതാണ് കളി. ഗൈസ് സാരി വന്നിട്ടുണ്ട്. ചുവന്ന സാരി എനിക്ക്. ചുവന്ന സാരി. ഓക്കെ, ദാസൻ ചേട്ടൻ ചുവന്ന സാരി. പിങ്ക് സാരി നമ്മൾ വിനു ചേട്ടന് കൊടുക്കുന്നു. ഇതിന് പാടുള്ള സാരിയാണ് കൊടുക്കാൻ. 3, 2, 1 സ്റ്റാർട്ട് ചെയ്തോ. 10 മിനിറ്റ്. ആ ഇപ്പൊ എന്റെ മുണ്ട് എല്ലാം എനിക്ക് വയറ് കാണിക്കുന്ന ഇഷ്ടമില്ലാത്തൊരു സിക്സ് പാക്ക് ഉള്ളവർക്ക് സാരി ചെയ്യൂല്ലോ. നമുക്കിത് 2 ചുറ്റാം. സാരിക്ക് മൂടില്ല. 10 മിനിറ്റ് ഉണ്ടല്ലോ, സമയമുണ്ട്. തീർന്ന് ഇല്ലല്ല, സമയമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം കേട്ടോ. കുറച്ചുകൂടെ പൗഡർ എടുക്കട്ടെ. നമ്മള് ഇവിടെ സമയം എത്രയാടാ? സമയം ഇനി ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട്. വിനു ഇത് ഷെഡ്യൂസ് ചെയ്യുന്നു. സൂപ്പർ. ആര് ജയിച്ചു നമുക്ക് ഇപ്പോഴേ പോളുണ്ടാവേ. പോളിട്ട് ജയിക്കാവേ. ഹായ്. നിങ്ങൾക്ക് ഇനി 3 മിനിറ്റ് കൂടെ അല്ലേ? എടാ അഗ്നാസ് വെടിവെക്കാതിരിക്കാൻ കൈ നിങ്ങൾ കഴിഞ്ഞ What happened? എളുപ്പമാണ്. അല്ല ഇങ്ങനെ ഞാൻ പൊതുവെ പാടായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കിടില സാധനം വളഞ്ഞത് തന്നെയാണ്. അത് $2 മലയാളം. ഓക്കെ രണ്ടുപേരെയും ഒരുക്കഴിഞ്ഞല്ലോ. ഇനി രണ്ടുപേരും ഇവിടെ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ സ്റ്റൈലായിട്ട് ആന്റി, ഞാൻ യങ്. ഇനി നമുക്ക് പോളിടാം. ആര് ജയിച്ചു? ആര് ജയിച്ചു? ദാസൻ, വിനു. വിനു ഡീറ്റെയിലും കണ്ടോ? എവിടെ? ഇവിടെ ഒന്നുമില്ല. നമുക്ക് അവിടെ ഒന്നുമില്ല. ഇതുപോലെ ഞൊറി വരണം. അവര് സാരി അഴിഞ്ഞഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്ത് ജയിക്കാനാണ് അവർക്ക് പ്ലാൻ. അത് നിങ്ങൾ ഇത് ചെയ്യരുത്. ഫെയർ ആയിട്ടിരിക്കണം. അടുത്തതായിട്ട് ഇവരുടെ റാമ്പ് വാക്കാണ്. അയ്യോ അയ്യോ. അടുത്ത വിനു നോക്കിക്കോ. ഓ ചിരി ചിരി എന്റെ കവള് വേറെ. നിങ്ങൾക്കും അതൊക്കെ ഉപയോഗിച്ചൂടെ? എനിക്കുണ്ട് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ. നീ ഷർട്ട് ചെലവെച്ച് അതെ, അങ്ങനെ വച്ചാൽ മാത്രമല്ല നീ കാണിക്കണം.
ഓക്കെ അപ്പോ ആര് ജയിച്ചെന്ന് നോക്കാം. വിരുച്ചേട്ടൻ വിരു ജയിച്ച്, 77% വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു. 77%. എന്റെ ഫാൻസ് ഒക്കെ എവിടെ പോയി? മാറ്റി ഓടി കുത്തു 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 മാറ്റി കുത്തു നിങ്ങൾ എന്തൊരു ഇതടേ വൻപിച്ച ഭൂരിപക്ഷമാണ് ദാസ ഇതിലും തോറ്റെന്ന്. നല്ല ടീം നോക്കി അല്ല, ദാസൻ ബുദ്ധിപരമായിട്ട് ടീം സെലക്ട് ചെയ്യണം. ബോത്ത് ആർ ഗുഡ്. അയ്യോ ഫോട്ടോ ഒക്കെ ദാസ് അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യും. പോത്തമാവേന്നായിരിക്കും പറഞ്ഞത്. ഈ പോടെ അങ്ങോട്ട് പോത്താർ ഗുഡ്. ഈ ഓണം ദാസ കൊണ്ടുപോയത് എവിടെയാണ്? വിനുചേട്ടൻ ജയിച്ചതായി ഞങ്ങൾ അശ്വതി ശേഖർ ആരാടാ പറഞ്ഞ ശ്രീകാന്തിന് ഭാര്യ ഇല്ലെന്ന്? അയ്യോ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. W4 ഉല്ലാസ്. അതാ പാർട്ടിസിപ്പേഷൻ. പാട്ട് എന്തുമാവട്ടെ, പാട്ട് കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല, പാർട്ടിസിപ്പേഷൻ അതാണ്. ഒരു പാർട്ടിസിപ്പേഷൻ കൊള്ളൂലെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതിനെപ്പറ്റി നമ്മുടെ വിചാരിച്ചത്രല്ല, അടിപൊളിയായിട്ട് പാടി, സൂപ്പറായിട്ട് പാടിയടാ. ഞാൻ ഇടയ്ക്ക് മറ്റേ ഒരു സംഗതി നോക്കിയവൻ. നീ എങ്ങനെയാ സംഗതി ഇട്ടത്? അതൊക്കെ ഒരു ഇതിലേക്ക് വന്ന് നല്ലോണം പാടിയത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാട്ട് നമ്മുടെ ശ്രീകാന്താണ് പാടാൻ പോകുന്നത്. കൈതപ്പൂവിൻ എന്ന് തുടങ്ങുന്ന പാട്ട് ശ്രീകാന്ത് പാടും. 1 2 3 സ്റ്റാർട്ട്. കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, തെന്നി തെന്നി പമ്പ ചിരിച്ചു ചെന്നം ചിന്ന മുത്തു തിരിച്ചു, പുഴയിൽ ചിതറി വെള്ളത്താമര. തെന്നി തെന്നി പമ്പ ചിരിച്ചു ചെന്നം ചിന്ന മുത്തു തെറിച്ചു, പുഴയിൽ ചിതറി വെള്ളത്താമര. ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു, ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. കൊള്ളാം. നമ്മുടെ മോഹൻലാൽ പാടിയ പാട്ടാണ്, ലാലേട്ടൻ പാടിയ പാട്ടാണ്. മികച്ച അതെ അതെ. ഗൈസ്, നമ്മുടെ പാട്ട് കേട്ട് അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നു. ഇനി എന്താണെന്ന് അറിയില്ല. വി ആർ വെൽക്കമിങ് ദാസൻ ടു ദ സ്റ്റേജ്. പഠിക്കും, എഴുന്നേറ്റ് പഠിക്കും. ആരെങ്കിലും ഒന്ന് പാടോ? 3 2 1 ഗോ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹൻ മോഹൻ പൊന്നായി മുത്തായി അരവിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പുത്തായി മൂവിളിയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. കൊള്ളാന്ന് ഗൈസ്. ലിറിക്സ് എന്തോ ഒരു കുഴപ്പം. ഓക്കേ, അടുത്തത് ഹാഷിം ചേട്ടൻ. മച്ചാനെ ഇതല്ല ശരി. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കൂ വെള്ളം
അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കോതമ്പൂ. എടാ ലിറിക്സ് സ്ലോ ആയിട്ട് പോണ്ട. നമ്മുടെ നെഞ്ചില അനുരാഗ കരിക്കിൻ വെള്ളം അന്ന് നെഞ്ചില. എടാ ഈ ലിറിക്സ് കൊള്ളൂല, ഞാൻ രാജിവെച്ച്. ഇത്രയും ഫേമസ് ആയ പാട്ട് അവൻ താളം വരെ മറന്നുപോയി. അതെന്ത് ഭേദം. അപ്പോ അടുത്തതായിട്ട് സെപ്റ്റംബർ 5 അഖിലേഷിന്റെ ഗംഭീരമായ ഒരു പാട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതും പ്രായം നോക്കാതെ പ്രായം തമ്മിൽ മോഹൻ അതാണ് പാടുന്നത്. ഓക്കെ ഗൈസ്, തുടങ്ങിയോ? പറയട്ടെ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാം ഈണം നൽകി, ഈണം തേടും ഈരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തൊട്ടി താളത്തും ഒന്ന് പാടൂ നാട്ടുമയിലേ, ഒന്ന് ചൂടൂ. കഴിയൂ അങ്ങനെ കൊള്ളാം. ആ ഫാസ്റ്റ് പേസ്ഡൊക്കെ ദാസൻ ഇട്ടിരുന്ന ഇത്തിരി കലിപ്പിച്ച. അല്ല എങ്കിൽ ഇതെനിക്ക് സജഷൻ കിട്ടിയില്ല, അതല്ലായിരുന്നു ഞാൻ. ഇനി അടുത്തത് അരുൺ. എന്റെ കണ്ണ് കെട്ടി തരും എനിക്കിങ്ങനെ ലൈവിലേക്ക്. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ. ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റണ്ട. എനിക്ക് ആ ഫ്ലോ കിട്ടല്ല, താളം കിട്ടല്ലേ? എനിക്ക് താളം കിട്ടല്ല. വെണ്ണില കണ്ണു പൊത്ത കണ്ടുവന്നു കള്ളം ചൊല്ല കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓക്കെ, അടുത്തതായിട്ട് ഒന്നാം രാഗവുമായി വരുന്നു വിനുചേട്ടൻ. 3, 2, 1 ഗോ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമരുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാനാ ഹേ തില്ലാനാ. മനമാകെ കുളിരണ കുളിരണ മുരുകനും പുഴയണ പുഴയണ തില്ലാനാ ഹേ തില്ലാനാ തില്ലാനാ. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ കരിവളയിട്ടു അറിയാതൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താരപ്പൂമുത്ത് അഴകിന് സിന്ദൂരപ്പൊട്ട് വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാനാ ഹേ തില്ലാന തില്ലാന. പിരിച്ചുവിടാം.